Hello students, welcome to Resolute Academy. നമ്മൾ പസിലിന്റെ ബേസിക് സീരീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ലാസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി മുതൽ അടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം മോഡറേറ്റ് ലെവൽ പസിൽസ് ആയിരിക്കും. ഓക്കെ, ബേസിക് വീഡിയോയിലെ ലാസ്റ്റ് പസിലിൽ ഞാൻ എല്ലാ പസിൽ വീഡിയോയിലും 2 പസിൽ വെച്ച് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. ബട്ട് ഇന്നത്തേൽ ഞാൻ ജസ്റ്റ് ഒരു പസിലെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഡിസ്കസ് ദാറ്റ്. സോ ആസ് യൂഷ്വൽ ഫസ്റ്റ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം വീഡിയോ പോസ് ചെയ്തിട്ട് try to solve this puzzle yourself. അത് കഴിഞ്ഞിട്ട് then you can check the explanation that I am giving here. Okay, so let's see what is described here. Okay, ഇതിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത് Rohit, Brendan, Posco, Mark and Shahid are lawyer, architect, doctor, waiter and engineer by profession, not necessarily in the same order. They live in different cities among Delhi, Chicago, London, New York and Kolkata and drive cars of different colors among black, red, yellow, white and grey, but not necessarily in the given order. Each of them work for either a Korean or a Japanese company. Okay, now അടുത്ത the engineer lives in Delhi. So engineer എന്താണ്? ഡൽഹിയിലാണ് താമസിക്കുന്നത്. So let's see. Okay, so engineer lives in Delhi. ഇത് നമുക്കൊരു ഡെഫിനറ്റ് ഇൻഫർമേഷൻ അല്ല. In the sense definite ആണ്, but we cannot place it as of now, so I'm just writing it here. അടുത്ത both the architect and the person who drives a white car work for a Japanese company. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് 2 ഡിഫറെൻറ്റ് പേഴ്സൺസ് ആണ്. ആർക്കിടെക്റ്റും എന്നിട്ട് വൈറ്റ് കാർ ഓട്ടിക്കുന്ന 2 പേരും എന്താണ് ജാപ്പനീസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ആർക്കിടെക്ട് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാൾ ജാപ്പനീസ് കമ്പനിയാണ്. അതിനൊപ്പം തന്നെ ഒരു വൈറ്റ് കാർ ഓട്ടിക്കുന്ന ഒരാളും കൂടെ ഉണ്ട്. He is also again in Japan. Okay, Posco is neither an architect nor lives in London. So നമുക്ക് ബേസ് എടുക്കാൻ നമ്മൾ മറന്നു. ബേസ് should be Rohit, Brendan, കാരണം പേരല്ലാതെ വേറെ ഒരു പ്രത്യേക ക്രൈറ്റീരിയാസ് ഇല്ല. പിന്നെ Posco, Mark and Shahid. Okay, സോ ഇപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞ ഇൻഫർമേഷൻ എന്താണ്? പോസ്കോ നൈദർ ആൻഡ് ആർക്കിടെക്ട്. പോസ്കോ എന്താണ്? ആർക്കിടെക്ട് അല്ല. ആൻഡ് അതിനൊപ്പം തന്നെ എന്തല്ല? ഹി ഈസ് നോട്ട് ലിവിങ് ഇൻ ലണ്ടൻ. ലണ്ടനിൽ താമസിക്കുന്നുമില്ല. ഓക്കെ, പോസ്കോ ആർക്കിടെക്ട് അല്ല, ലണ്ടനിൽ താമസിക്കുന്നു ഇല്ല. ലെറ്റ്സ് സീ നെക്സ്റ്റ് വൺ. മാർക്ക് ഈസ് എ ലോയർ ആൻഡ് വർക്ക്സ് ഫോർ എ ജാപ്പനീസ് കമ്പനി. മാർക്ക് ഒരു ലോയർ ആണ് ആൻഡ് ഇയാൾ വർക്ക് ചെയ്യുന്നത് ജാപ്പനീസ് കമ്പനിക്ക് വേണ്ടിയാണ്. ഓക്കെ, ഇനി അടുത്ത് Brendan who works for Korea, Brendan works for a Korean company. അപ്പോൾ ബ്രണ്ടൻ എന്താണ്? കൊറിയൻ കമ്പനിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അടുത്ത് all 3, the person who drives grey car, the person who lives in London and the one who lives in New York work for a Korean company. Now understand, ഇവിടെ ഈ ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ് അർത്ഥം മനസ്സിലാക്കണം. 3 പേരുണ്ട്, അവർ 3 പേരും കൊറിയൻ കമ്പനിയാണ് വർക്ക് ചെയ്യണത്. ഇവർ 2 പേരും കോയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവും എന്നല്ല പറയണത്. എന്ന് വെച്ചാൽ പേഴ്സൺ ഹൂ ഡ്രൈവ്സ് ഗ്രേ കാർ അത് തന്നെ ലണ്ടനിൽ താമസിക്കുന്നത്, അവർ തന്നെ കൊറിയനാണ്, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇത് 3 ഡിഫറെന്റ് പേഴ്സൺസ് ആണ്. ഓക്കെ, കാരണം ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ദ പേഴ്സൺ ഹൂ ഡ്രൈവ്സ് ഗ്രേ കാർ ഹൂ ലിവ്സ് ഇൻ ലണ്ടൻ ഹൂ ലിവ്സ് ഇൻ ന്യൂയോർക്ക്, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. 3 ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, 3 ഡിഫറെന്റ് പേഴ്സൺസ് ആണ്, 3 പേരും കൊറിയയിലാണ്. സോ ഗ്രേ കാർ ഉള്ള ആള് കൊറിയയിലാണ്, അതുപോലെ തന്നെ ലണ്ടനിൽ താമസിക്കുന്ന ആള് അതും കൊറിയനാണ്. ആൻഡ് ദെൻ ലാസ്റ്റ് വൺ എന്താണ്? ന്യൂയോർക്കിൽ താമസിക്കുന്ന ആളും കൊറിയനാണ്, അതും കൊറിയനാണ്. അപ്പോൾ 3 ഡിഫറൻസ് ആൾക്കാർ കൊറിയനാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു കാര്യം അറിയാം, 2 ജാപ്പനീസും 3 കൊറിയൻ ആൾക്കാരുണ്ടെന്ന് നമുക്കറിയാം. ഇനി ദ ആർക്കിടെക്ട് ഡ്രൈവ്സ് എ യെല്ലോ കാർ. ആർക്കിടെക്ടിന് എന്താണ് ഇഷ്ടമുള്ളത്? യെല്ലോ കാറാണ് ഇഷ്ടമുള്ളത്. നമ്മളിവിടെ ആർക്കിടെക്ട് വരച്ചിട്ടുണ്ട്, അയാൾക്ക് യെല്ലോ കാറാണ് ഇഷ്ടം. സോ യെല്ലോ കാർ. സോ യെല്ലോ ആർക്കിടെക്ട് ജപ്പാൻ ഒത്തുവരും. ഇനി നമുക്ക് നോക്കാം ബാക്കി എന്താണുള്ളത്. അടുത്ത രോഹിത് ഡ്രൈവ്സ് നൈദർ എ യെല്ലോ കാർ നോർ എ ഗ്രേ കാർ. രോഹിത് യെല്ലോ അല്ല, എന്നിട്ട് രോഹിത്തെ കളർ ഗ്രേയും അല്ല. ഓക്കെ, നൗ ലെറ്റ്സ് സീ. നമുക്ക് ഇവിടെ വെച്ച ഒരു ഡിഡക്ഷനിൽ എത്താൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം അറിയാം, ആർക്കിടെക്ടിന്റെ കളർ എന്താണ്? യെല്ലോ ആണ്, എന്നിട്ട് അയാൾ ജപ്പാനിലാണ് ആണല്ലോ. സോ നമുക്ക് 1 by 1 നോക്കാം. ഫസ്റ്റ് കേസിൽ രോഹിത്തിൽ ആർക്കിടെക്ടിനെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം രോഹിത്തിന് യെല്ലോ പറ്റില്ല, ആർക്കിടെക്ട് യെല്ലോ ആണ്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ എന്തായാലും പറ്റില്ല. സെക്കൻഡിൽ കൊറിയൻ ആണ് വരുന്നത്, പക്ഷെ ആർക്കിടെക്ട് ജാപ്പനീസ് ആണ്, അവിടെയും പറ്റില്ല. ഇനി മൂന്നാമത്തെ കേസിൽ പോസ്കോ ആർക്കിടെക്ട് വരില്ല,
അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഫുൾ ലൈൻ അവിടെയും വരില്ല. നാലാമത്തെ കേസിൽ ഇവിടെ പ്രൊഫഷണൽ ലോയർ ആണ്, അപ്പോൾ അവിടെയും പറ്റില്ല. അപ്പോൾ ആ കൂടി ആർക്കിടെക്റ്റിന് എവിടെയാണ് സ്ഥലമുള്ള? ഡെഫിനറ്റ്ലി ലാസ്റ്റ് കേസിൽ, ദാറ്റ് ഈസ് ആർക്കിടെക്ട് വിൽ ബി ഹിയർ. ഓക്കെ, സോ ആർക്കിടെക്ട് ഇവിടെ വരും, ഇത് ജാപ്പനീസ് ആവും, ആൻഡ് ബാക്കി എന്താണ്? കളറ് വൈറ്റ് ആവും, അല്ല യെല്ലോ. ശരിയല്ലേ? ഇനി നമുക്ക് മൊത്തത്തിൽ 2 ജാപ്പനീസും 3 കൊറിയൻ ഉണ്ടെന്ന് നമുക്ക് നേരത്തെ അറിയാം. അടുത്ത ജാപ്പനീസ് ആൾ എന്താണ്? വൈറ്റ് കളർ ആണ്. സോ വി ക്യാൻ പ്ലേസ് ദാറ്റ് കളർ ഓൾസോ. ഇവിടെ ജപ്പാൻ ആണ്, സോ ഇത് വൈറ്റ് കളർ ആവും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് പോയിന്റ്. ഇനി അടുത്ത്, neither Brendan nor Rohit is a waiter by profession. അപ്പോൾ റോഹിത്തും ബ്രെൻഡനും വെയിറ്റർ അല്ല. സോ ഒന്ന് നോക്ക്, നമുക്ക് പ്രൊഫഷൻ ഇനി ഇവർ രണ്ടുപേരും പ്രൊഫഷൻ ഓക്കുപ്പൈഡ് ആണ്. ഈ മോളിൽ പറഞ്ഞ രണ്ടുപേരും റോഹിത്തും ബ്രെൻഡനും വെയിറ്റർ അല്ല. അപ്പോൾ ആ കൂടി വെയിറ്റർ ആവാൻ സാധ്യതയുള്ളത് എവിടെയാണ്? വെയിറ്റർ ഡെഫിനറ്റ്ലി വിൽ ബി ഹിയർ. ഇസ് ദാറ്റ് ക്ലിയർ? ഇനി അടുത്ത്, വാട്ട് എൽസ് ഡു വി ഹാവ്? ഷാഹിദ് ഡസ് നോട്ട് ലിവ് ഇൻ ഷിക്കാഗോ. ഷാഹിദ് ഷിക്കാഗോ അല്ല. ഓക്കെ, ആൻഡ് ദ ഡോക്ടർ ഡസ് നോട്ട് ഡ്രൈവ് എ റെഡ് കാർ. സോ അതിവിടെ ഒന്നും പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടറിന് എന്തല്ല? റെഡ് കാർ ഇല്ല. സോ നമുക്ക് മുകളിൽ തന്ന ഇൻഫർമേഷൻസ് എല്ലാം ഫിനിഷായി. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഇനി നമുക്കിവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദിസ്. നമുക്കൊരു കാര്യം അറിയാം, 2 ജാപ്പനീസും 3 കൊറിയൻസും ആണ് ഉള്ളത്. ഓക്കെ, സോ ഇവിടെയും ബാക്കി നമുക്ക് വേണമെങ്കിൽ കൊറിയൻസ് എഴുതിക്കാം ഇപ്പോഴേ. ഓക്കെ, ഇതും കൊറിയൻ ആണ്, ഇതും കൊറിയൻ ആണ്. അതെന്തുകൊണ്ടാണെന്ന് നേരത്തെ മനസ്സിലായല്ലോ അല്ലേ? ആർക്കിടെക്റ്റും വൈറ്റും ഉള്ള ആൾ ജപ്പാനും, ബാക്കി 3 പേരും ഡിഫറെന്റ് കളേഴ്സ്, 3 ഡിഫറെന്റ് പേഴ്സൺസ്, 3 കൊറിയനും നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. നൗ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. ഗ്രേ കൊറിയൻ ആണല്ലോ, ഗ്രേ കൊറിയൻ ആണ്. നൗ ഗ്രേ നമുക്ക് ഇനി എവിടെയൊക്കെ വെക്കാൻ പറ്റും നോക്കാം. ഇവിടെ താഴത്തെ 2 എണ്ണം ഓൾറെഡി ജാപ്പനീസ് ആണ്, അവിടെ ഒരു ഓപ്ഷനും ഇല്ല. ഈ പറയുന്ന കേസിൽ പോസ്കോക്ക് നമുക്ക് കൊറിയൻ ആണ്, അവിടെ ഗ്രേ വെക്കാം. ഓക്കെ, ബ്രണ്ടൻ കൊറിയൻ ആണ്, അവിടെ ഗ്രേ വെക്കാം. പക്ഷെ റോഹിത്തിന് ഗ്രേ വെക്കാൻ പറ്റുമോ? റോഹിത്തിന് ഗ്രേ വെക്കാൻ പറ്റില്ല. ഓക്കെ, സോ ബേസിക്കലി ബ്രണ്ടനും പോസ്കോയ്ക്ക് മാത്രമേ നമുക്ക് ഗ്രേ വെക്കാൻ പറ്റുള്ളൂ, വേറെ ഒരു ഓപ്ഷനും ഇല്ല. സോ ബേസിക്കലി മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 പോസിബിലിറ്റി കൺസിഡർ ചെയ്യേണ്ടി വരും. ഒന്ന്, ഗ്രേ ഇവിടെ വെച്ചിട്ട് ഈ പറഞ്ഞ ബ്രണ്ടന് ഗ്രേ ആക്കി, ബാക്കി ലണ്ടനും അതൊക്കെ പിന്നീട് അറേഞ്ച് ചെയ്യുക. പിന്നെ ഗ്രേ ഇവിടെ വെച്ചിട്ട്. ഓക്കെ, സോ നമുക്ക് 2 കേസ് നോക്കാൻ വേണമെങ്കിൽ, സോ ഇത് കൊറിയൻ കൊറിയൻ കൊറിയൻ, ജാപ്പനീസ് ജാപ്പനീസ്, സോറി, വെയിറ്റർ, ലോയർ, പിന്നെ ആർക്കിടെക്ട്. ദിസ് ഇസ് വൈറ്റ് ആൻഡ് ദിസ് ഇസ് യെല്ലോ. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കേസ് മുകളിലത്തെ റോഹിത്തിന് എന്തായാലും ഗ്രേ പറ്റില്ല. ഗ്രേ ആ കൂടി പറ്റുന്നത് ഒന്നി ബ്രണ്ടൻ അല്ലെങ്കിൽ പോസ്കോ. സോ നമ്മളിവിടെ ഗ്രേ വെച്ചെന്ന് വിചാരിച്ചു, ഇത് ഗ്രേ ആയി. ആ കേസ് നമുക്ക് ഗ്രേ താഴത്തത് പോസ്കോക്ക്. ഓക്കെ, ഗ്രേ ഇവിടെ വെച്ചു. ഇനി നമുക്കറിയാം ലണ്ടനും ന്യൂയോർക്കും വീണ്ടും വേറെ 2 ഡിഫറെന്റ് പേഴ്സൺസ് ആണ്. ഓക്കെ, സോ ലണ്ടൻ എവിടെ വരും നോക്കാം. ലണ്ടനും കൊറിയൻ തന്നെയാണ്, ലണ്ടൻ എവിടെ വരും നോക്കാം. പോസ്കോക്ക് ലണ്ടൻ പറ്റില്ല ഈ കേസിൽ, ആദ്യത്തെ കേസിൽ. നമുക്ക് ഇനി ലണ്ടൻ വെക്കാൻ 2 സ്ഥലമുള്ളൂ. ഓക്കെ, സി യു ടു അണ്ടർസ്റ്റാൻഡ്, ലണ്ടൻ കൊറിയൻ ആണ്. ഈ ജാപ്പനീസ് ഉള്ള സ്ഥലത്ത് ഈ താഴത്തെ 2 എന്തായാലും ലണ്ടൻ വെക്കാൻ പറ്റില്ല. ഈ മുകളിലത്തെ 3 എവിടെയെങ്കിലും വെക്കണം. പക്ഷെ ഗ്രേ ഇവിടെ വന്ന സ്ഥിതിക്ക് ലണ്ടൻ ഈ റോല് വരില്ല, കാരണം അവർ 3 ഡിഫറെന്റ് പേഴ്സൺ ആണ്. ലണ്ടൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് 3 ഡിഫറെന്റ് പേഴ്സണുള്ള എന്തുകൊണ്ട് കണ്ടീഷൻ ഫെയിൽ ആവും. സോ ലണ്ടൻ നമുക്ക് ഈ ബ്രണ്ടൻ്റെ ലണ്ടൻ പറ്റില്ല. സോ ലണ്ടൻ ആ കൂടി പറ്റുന്നത് ഈ മുകളിലും താഴെയാണ്, ഏത് പോസ്കോക്ക്. ലണ്ടൻ പോസ്കോക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ബേസിക്കലി ലണ്ടൻ നമുക്ക് എവിടെ വരും? ഏറ്റവും മുകളിൽ, ദാറ്റ് ഈസ് റോഹിത്. ഈ കേസിൽ ലണ്ടൻ നമുക്ക് മുകളിൽ വരും. I hope you understand my point. Okay, now let's see. Yeah. Now അടുത്ത പോയിന്റ്, അപ്പർ സൈഡിൽ ലണ്ടൻ എവിടെ വരും? ലണ്ടൻ കൊറിയ. ഈ ജാപ്പനീസിന് 2 സ്ഥലത്തില്ല, ലണ്ടൻ പോസ്കോക്ക് പറ്റില്ല. അപ്പൊ ലണ്ടൻ എവിടെ വരാം? ഈ പറയുന്ന ലണ്ടൻ ഈ 2 കേസിലും വരാം, ഇവിടെയും വരാം, ഇവിടെയും വരാം. സോ നമുക്ക് ആസ് ഓഫ് നൗ അവിടെ ഒന്നും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. സോ ലെറ്റ്സ് പ്രൊസീഡ് വിത്ത് ദിസ്. ഇവിടെ കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ വിൽ പ്രൊസീഡ് വിത്ത് ഇറ്റ്. പറ്റില്ലെങ്കിൽ അവിടെ നോക്കാം. ഓക്കെ, സോ ലണ്ടന്റെ കാര്യം നമ്മൾ ഇവിടെ വെച്ചു. ഇനി അടുത്ത് ലെറ്റ്സ് ട്രൈ ആൻഡ് ഫിഗർ ഔട്ട്. ഇവിടെ ലണ്ടൻ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ന്യൂയോർക്ക് എവിടെ വരും? നമുക്കൊരു കാര്യം കൃത്യമായിട്ട് അറിയാലോ, ഗ്രേ, ലണ്ടൻ, ന്യൂയോർക്ക് 3 കൊറിയൻ ആണ്, 3 ഡിഫറെന്റ് കമ്പനീസ് ആണ്. ഓക്കെ, 3 ഡിഫറെന്റ് പേഴ്സൺസ് ആണ്. ലണ്ടൻ വന്നു കൊറിയൻ, ഗ്രേ വന്നു കൊറിയൻ. അപ്പൊ ഇനി അടുത്ത് ന്യൂയോർക്ക് ഇവിടെ വരുള്ളൂ, വേറെ വരില്ലല്ലോ. Did you understand? Japanese companies ആണ് താഴെ കിടക്കുന്നത്, അതിനുള്ള സിറ്റീസ് വേറെ. ഓക്കെ, now let's see what else we can do. Okay,
ഈ കിടക്കുന്നതിൽ നമുക്ക് ബാക്കി ഇനി എന്താ ചെയ്യാൻ പറ്റുമെന്നാണ് ചിന്തിക്കേണ്ടത്. ഒന്ന് അത് ആലോചിച്ച് നോക്ക്. ഇനി എന്തായിരിക്കും നമുക്ക് അടുത്ത ഇൻഫർമേഷൻ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്? നോക്ക്, എഞ്ചിനീയറിംഗ് പ്രൊഫഷനുള്ള ആള് ഡൽഹിയിലാണ് താമസിക്കുന്നത്. ഓക്കെ, സോ വാട്ട് യു തിങ്ക് എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും? നമുക്കിനി എന്നിട്ട് എഞ്ചിനീയറിംഗ് പ്രൊഫഷനുള്ള ആൾ ഡൽഹിയിലാണ് താമസിക്കുന്നത്. ഇവിടെ 3 പ്രൊഫഷൻ കംപ്ലീറ്റഡ് ആണ്. ഈ താഴത്തെ 3 കേസിൽ പ്രൊഫഷൻ ഓൾറെഡി ഉണ്ട്. ഒന്ന് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ എഞ്ചിനീയർ വെച്ചാൽ ലണ്ടൻ ഉണ്ട്, ഡൽഹി വെക്കാൻ പറ്റില്ല. അപ്പോൾ എഞ്ചിനീയർ ഇവിടെ വരും, ഇവിടെ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൽഹി ഇവിടെ വരും. സോ ദിസ് വിൽ ബി എഞ്ചിനീയർ ആൻഡ് ദിസ് വിൽ ബി എന്താ പറയുക ഡൽഹി. ഓക്കെ, ഒരു കാര്യം, എഞ്ചിനീയർ ഡൽഹിയുടെ കാര്യം നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇപ്പോഴായിട്ട് നോക്കിയായിരുന്നില്ലേ ലണ്ടൻ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ വരുമെന്ന്. സോ ഒന്ന് ആലോചിച്ച് നോക്ക്, ലണ്ടൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ന്യൂയോർക്ക് മുകളിൽ പോകും അല്ലേ? ഇവിടെ അല്ല, സോറി, ലണ്ടൻ ഞാൻ ഇവിടെ വെച്ചു, ലണ്ടൻ ഇവിടെ വെച്ചെന്ന് വിചാരിച്ചു, ന്യൂയോർക്ക് ഇവിടെ വരും. അതല്ലെങ്കിൽ മുകളിൽ ലണ്ടൻ ആയാൽ ന്യൂയോർക്ക് താഴെ വരും, ആണല്ലോ. ഏത് കേസിലായാലും അവർ രണ്ടും അവിടെ തന്നെ നിൽക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഞ്ചിനീയറിന് നമ്മൾ ഡൽഹിയിൽ എങ്ങനെ പ്ലേസ് ചെയ്യും? ഇവിടെ 3 പ്രൊഫഷൻസ് ഓൾറെഡി ഓക്കുപ്പൈഡ് ആണ്. എഞ്ചിനീയർ ഈ 2 സ്ഥലത്ത് എവിടെ വരാൻ പറ്റുള്ളൂ. ആൻഡ് ഡൽഹി അവിടെ എവിടെയെങ്കിലും വരണം. ഇവിടെ എഞ്ചിനീയർ വെച്ചാലും അവിടെ ഓൾറെഡി ലണ്ടൻ അല്ലെങ്കിൽ ന്യൂയോർക്ക് വരും. ഇവിടെ എഞ്ചിനീയർ വെച്ചാലും ലണ്ടൻ അല്ലെങ്കിൽ ന്യൂയോർക്ക് വരും. സോ ബേസിക്കലി ഈ പോസിബിലിറ്റി എന്താണ്? തെറ്റാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മൈ പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഫർമേഷൻ കൂടെ നോക്കിയാൽ മതി. ഇനി ഒരു പ്രൊഫഷൻ കൂടെ ബാക്കിയുണ്ട്, അതെന്താണ്? ഡോക്ടർ. ഓക്കെ, സോ ഡോക്ടർ ഇവിടെ വരും. ആൻഡ് ഡോക്ടർ നമുക്കറിയാം റെഡ് അല്ല, അപ്പോൾ അതിൻ്റെ അർത്ഥം റെഡ് ഇവിടെ വരില്ല, അപ്പോൾ റെഡ് ഇവിടെ വരും. ആൻഡ് റെഡ് ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഏത് സ്ഥലമാണ് ബാക്കിയുള്ള ഇത് കളറുള്ള? ബ്ലാക്ക് കളർ ഇവിടെ വരും. ഓക്കെ, ഇനി താഴത്തെ ലാസ്റ്റ് നമുക്ക് ആ കൺട്രി ഇതും കൂടെ ഉള്ളു സിറ്റീസ്. ഷാഹിദ് ഷിക്കാഗോ അല്ല, അപ്പോൾ ഷാഹിദ് ഷിക്കാഗോ അല്ലെങ്കിൽ ഷിക്കാഗോ ഇവിടെ വരും, മാർക്കിന് വരും. ദിസ് വുഡ് ബി ഷിക്കാഗോ. ഇനി ഒരു സ്റ്റേറ്റ് ഇതും കൂടെ സിറ്റിയും കൂടെ ബാക്കിയുണ്ട്. സോ ലണ്ടൻ, ന്യൂയോർക്ക്, അത് കൊൽക്കത്ത. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ. ഈ പസില് വളരെ ഈസി എന്ന് ഞാൻ പറയില്ല, കുറച്ച് നോർമൽ നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസിന് കുറച്ച് ചാലഞ്ചിങ് ആണ്. പക്ഷെ എന്നാലും ഈ കൺസെപ്റ്റ് മനസ്സിലായാൽ, ഇവർ 3 ഡിഫറെന്റ് പേഴ്സൺ ആണ് ഉദ്ദേശിച്ചത് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദ ആൻസർ ക്ലിയർലി. ഇനി അതല്ല, അവർ നിങ്ങൾ രണ്ട് ആൾക്കാരെ ഒരു പേഴ്സണായിട്ട് കൺസിഡർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി കൂടുതൽ വരും, അത്രേ ഉള്ളൂ. ബട്ട് ഈവൻ ദെൻ യു വിൽ ഗെറ്റ് ദ ആൻസർ. ജസ്റ്റ് യു ഹാവ് ടു persist and try it till the end. Okay, I hope you're clear with the video. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. സോ താങ്ക് യു all of you. പ്ലീസ് മേക്ക് ഷുവർ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.